ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ബ്രഹ്മശ്രീ സുഭാഷ് പത്രിജിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഗുരു സുപ്രിയജിക്കും ആനാപാനസതി ധ്യാനം പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ മാസ്റ്റേഴ്സിനും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളിപ്പോൾ കർക്കിടക മാസത്തിലെ പുണ്യമായ രാമായണ പാരായണ മാസത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ മാസം അധ്യാത്മരാമായണം എന്ന മഹത് ഗ്രന്ഥം വായിക്കുന്നതിന് വളരെയധികം പ്രസക്തിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രീരാമചരിതത്തെ അടിസ്ഥാനമാക്കി ആത്മതത്വത്തെക്കുറിച്ച് വിവരിക്കുന്നതിനാൽ അധ്യാത്മരാമായണം എന്ന് പറയുന്നു. സാക്ഷാൽ മഹാദേവൻ തന്നെ പാർവതീദേവിക്ക് വിവരിച്ചു കൊടുത്ത രാമായണ കഥ എഴുത്തച്ഛൻ ഒരു കിളിയെക്കൊണ്ട് പാടിക്കുന്നതുകൊണ്ട് കിളിപ്പാട്ടെന്ന് വ്യവഹരിച്ച് പോരുന്നു. ഇഷ്ടദേവതയായ രാമൻ്റെ നാമം ആലപിച്ചുകൊണ്ടാണ് ഗ്രന്ഥാരംഭം. മംഗളകരമായ ശ്രീശബ്ദം കൊണ്ടുള്ള പ്രാരംഭം ഗ്രന്ഥത്തിൻ്റെ നിർവിഘ്ന പരിസമാപ്തിയെ സൂചിപ്പിക്കുന്നു. അധ്യാത്മരാമായണം കിളിപ്പാട്ട് 7 പ്രധാന ഭാഗങ്ങളായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ശ്രീരാമൻ്റെ ജനനവും ബാല്യവും ബാലകാണ്ഡത്തിലും, രാമൻ്റെ വനവാസത്തിലേക്ക് നയിക്കുന്ന സംഭവ വികാസങ്ങൾ അയോധ്യാകാണ്ഡത്തിലും, ആരണ്യകത്തിലെ ജീവിതവും സീതാപഹരണവും ആരണ്യകാണ്ഡത്തിലും, സുഗ്രീവാദികളുമായുള്ള സൗഹൃദവും ബാലി നിഗ്രഹവും കിഷ്കിന്ധാകാണ്ഡത്തിലും, ഹനുമാന്റെ ലങ്കാപ്രവേശവും ലങ്കാദഹനവും സുന്ദരകാണ്ഡത്തിലും, രാവണനുമായുള്ള യുദ്ധവും രാമൻ്റെ വിജയവും യുദ്ധകാണ്ഡത്തിൽ വിവരിക്കുന്നു. അവസാനമായി രാമൻ രാജാവായി വാഴുന്നതും തുടർന്ന് ഉണ്ടായ സംഭവ വികാസങ്ങളും ഉത്തരകാണ്ഡത്തിൽ പറയുന്നു. ഓരോ കാണ്ഡവും രാമൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തെ കാലക്രമത്തിൽ പ്രതിപാദിക്കുന്നു. രാമനാമവും ആധ്യാത്മിക ചിന്തയും ഈ കർക്കിടക മാസത്തിൽ ഒരു ഔഷധി പോലെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ മാസത്തിൽ ഇങ്ങനെ ഒരു ഈശ്വര വിചാരം ചെയ്യണം എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളത്? കാരണം ഒരു വർഷത്തിനെ 2 അയനം ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആദ്യത്തെ 6 മാസങ്ങൾ ഉത്തരായണം എന്ന് പറയപ്പെടുന്നു. അതായത് ദേവന്മാരുടെ പകലാണ് ഉത്തരായണം. മഹാഭാരതത്തിൽ ഭീഷ്മർ ഉത്തരായണം കാത്തുകിടന്നു എന്ന് കേട്ടിട്ടുണ്ടാകും. കാരണം അദ്ദേഹം ദേവനായിരുന്നു. ദേവന്മാരുടെ അംശം ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു പോകുന്നത് ഉത്തരായണ കാലത്താണ്. ഇനി ദക്ഷിണായണം എന്ന് പറയുന്നത് കർക്കിടക മാസം തൊട്ടാണ് തുടങ്ങുന്നത്. അതായത് ദേവന്മാരുടെ രാത്രി ആരംഭിക്കുകയാണ്. അതാണ് പിതൃക്കളുടെ ലോകത്തിലേക്കുള്ള സമയവും. ഈ ദക്ഷിണായനം തുടങ്ങുമ്പോൾ കർക്കിടക മാസത്തിൽ പ്രകൃതിയിൽ തന്നെ വലിയ ഒരു മാറ്റം സംഭവിക്കും എന്നതാണ്. അത് മഴ മാത്രമല്ല, അല്ലാതെയുള്ള ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകുന്ന സൂക്ഷ്മമായിട്ട് വിഷാംശമുള്ള ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് ഈ സമയം. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ തീക്ഷ്ണത കുറയും. പക്ഷേ അതിൻ്റെ തുടക്കത്തിലുള്ള ഈ കർക്കിടക മാസത്തിൽ വിഷാംശം അന്തരീക്ഷത്തിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈ സമയത്ത് മുരിങ്ങയൊന്നും കഴിക്കാൻ പാടില്ല, മുരിങ്ങയില ഉപയോഗിക്കാൻ പാടില്ല. അതിൽ വിഷാംശം കൂടുതലായി സ്വീകരിക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുക. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരം ക്ഷീണിക്കും. അതുകൊണ്ട് തന്നെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ ഔഷധ കഞ്ഞിയൊക്കെ നമ്മൾ സേവിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മരുന്നുണ്ടാക്കുന്നതും ഈ മാസത്തിലാണ്. എല്ലാം ദേഹപുഷ്ടിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ
ചെയ്യുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. അന്തരീക്ഷത്തിലുള്ള നെഗറ്റീവ് എനർജിയും നമ്മുടെ ശരീരത്തിനെയും അത് ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സിനെയും അത് ബാധിക്കും. അപ്പോൾ മനസ്സിനെ ശക്തിപ്പെടുത്താനായിട്ട് ഈ കർക്കിടക മാസത്തിൽ നാമജപവും ഈശ്വര വിചാരണവും ചെയ്യണം എന്ന് നമ്മുടെ പൂർവികർ അത് നിഷ്കർഷിക്കുകയുണ്ടായി. ഒരു മാസം കൊണ്ട് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ആയിരിക്കണം ഏറ്റവും ഉത്തമം എന്ന് അവർക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാമായണത്തിൽ തന്നെ അധ്യാത്മരാമായണ പാരായണം തിരഞ്ഞെടുത്തത്. കാരണം അതിൽ അത്രയധികം ഭഗവാന്റെ സ്തുതികളുണ്ട്. അതിൽ 16,000-ത്തിലധികം നമ്മൾ രാമ എന്ന ശബ്ദം ഉരുവിട്ടിട്ടുണ്ടായിരിക്കും. ഇത് ഭഗവത്ഗീത പോലെയുള്ള ഒരു ഗ്രന്ഥമാണ്. കാരണം ഇതിൽ ഒരുപാട് ഉപദേശങ്ങൾ ഉണ്ട്. അർത്ഥം അറിഞ്ഞ് വായിക്കുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിന് നല്ല ഊർജം കിട്ടും എന്ന് മാത്രമല്ല അത് അത്രയധികം ശുദ്ധീകരിക്കപ്പെടും. കൂടാതെ ഈ ഉപദേശങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാണെങ്കിൽ അത് നമ്മെ കൂടുതൽ ഉന്നതിയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ എല്ലാ ഗുരുക്കന്മാരുടെയും മാസ്റ്റേഴ്സിൻ്റെയും അനുഗ്രഹത്താൽ രാമായണ മാസം നമ്മളെ ഭൗതിക കാര്യങ്ങളിൽ നിന്നും അല്പം മാറി നിന്ന് അന്തർമുഖരാകാനാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിനോടും മനസ്സിനോടും ആത്മാവിനോടുമുള്ള ഉത്തരവാദിത്വത്തിനെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നു. സെൽഫ് കെയർ വഴി നമ്മുടെ ഊർജം നിലനിർത്താൻ ആനാപാനസതി ധ്യാനം വളരെയേറെ സഹായിക്കും. അന്തർമുഖരായി ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കൂടുതൽ ക്ലാരിറ്റിയും ശാന്തതയും അനുഭവപ്പെടും. ഈ മനസ്ഥിതിയോടെ രാമായണത്തിലെ പ്രധാന തത്വങ്ങളെക്കുറിച്ച് നമുക്ക് ഗഹനമായി ചിന്തിക്കാൻ സാധിക്കും. അതുകൂടാതെ രാമായണത്തിലെ കഥാപാത്രങ്ങൾ നേരിട്ട പല പ്രതിസന്ധികൾ വായിച്ച് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നേരിടാനുള്ള മനക്കരുത്തും ലഭിക്കും.